ബിജു തുറയിൽക്കുന്ന് സ്ഥിരം ട്രെയിൻ യാത്രക്കാരനായ വ്യക്തിയാണ് ബിജു. ഏതാണ്ട് 10-25 വർഷമായി സ്ഥിരമായി ട്രെയിൻ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് ബിജു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സൗമ്യ, നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ സൗമ്യയുടെ മരണം അത്രമാത്രം കേരളം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ അതിക്രൂരമായ ബലാത്സംഗം, ഒപ്പം തന്നെ കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയാം. സൗമ്യക്കുണ്ടായത് അങ്ങനെ ഒരു ദുരന്തമായിരുന്നു. അതുകൊണ്ട് അത് വാർത്തയായി. ഇന്നിപ്പോൾ ഈ പെൺകുട്ടിയുടെ സംഭവത്തിലും യാത്രക്കാർ ഇടപെടുന്നു. ട്രെയിൻ നിർത്തി ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അങ്ങനെ മാധ്യമ ശ്രദ്ധയിലേക്ക് ആ കാര്യം വരുന്നു. 3 മാസം മുൻപ് കോഴിക്കോട് സമാനമായ നിലയിലൊരു സംഭവം ഉണ്ടായി. ഒരു 64 വയസ്സുകാരി, അവരുടെ പണം മോഷ്ടിക്കപ്പെട്ടു. അവരെ ഇതേപോലെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിന് ശേഷമാണ് ഈ മോഷണം നടക്കുന്നത്. അങ്ങനെ ചില സംഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നു. അങ്ങനെ വരാത്ത നിരവധി സംഭവങ്ങൾ, നിരവധി ഇതുപോലെയുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും ധാരാളം ഉണ്ടാകുന്നുണ്ട്. അത് കേസിന് പോകുന്നവർ അതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം തള്ളി നീക്കുന്നു. അല്ലാത്തവർ പുറത്തു പറയാതെയോ അറിയാതെയോ ഒക്കെ പോകുന്നു. അങ്ങനെയുള്ള അവസ്ഥയാണ്. ഒരു സ്ഥിരം ട്രെയിൻ യാത്രക്കാരൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് നിത്യസംഭവമായി മാറിയിരിക്കുന്നു എന്നതാണോ? എവിടെയാണ് അലംഭാവം? എന്തൊക്കെയാണ് താങ്കളുടെ അനുഭവങ്ങൾ? ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്. അതായത് 25 വർഷമായിട്ട് കരുനാഗപ്പള്ളി നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയും വരികയും ചെയ്യുന്ന ആളാണ്. കൂടുതലും രാത്രി യാത്രകളാണ് ഞാൻ നടത്തുന്നത്. ഇത് ഈ കുട്ടികളിൽ മാത്രം ഇത് അവസാനിക്കുന്നില്ല. ഈ ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കത്തേ ഉള്ളൂ. ഈ ദാരുണ സംഭവങ്ങൾ ഇനിയും തുടരും. ഞാൻ റെയിൽവേ പോലീസിനെ കാണുന്നത് ടിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് വരുന്നതാണ് റെയിൽവേ പോലീസിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. സ്ഥിരമായി ടി സ്ക്വാഡിന്റെ കൂടെ ഒരു ഒന്നോ രണ്ടോ പോലീസ് ഉണ്ടാവും. പക്ഷെ ഇടക്കാലത്ത് ഈ സൗമ്യ ദുരന്തം കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ പോലീസ് ഉണ്ടായിരുന്നു. പിന്നെ യഥാർത്ഥത്തിൽ പണ്ട് നമ്മുടെ ശശി തരൂർ സാർ പറഞ്ഞ പോലെ ഒരു ട്രെയിനിലെ കാലിത്തൊഴുത്താണ് യഥാർത്ഥത്തിൽ ജനറൽ കമ്പാർട്ട്മെന്റ്. സത്യത്തിൽ വളരെ സങ്കടം തോന്നും. വെച്ചാൽ ഞാൻ നോക്കിയിട്ട് പലപ്പോഴും മുഷിഞ്ഞ ആളുകൾ എന്ന് വെച്ചാൽ ഈ ഓടയിലൊക്കെ കിടന്നിട്ട് ഉള്ള ഫ്രാഡായിട്ടുള്ള ആളുകൾ ഈ ട്രെയിനിൽ കയറി വരും. ഈ ട്രെയിനിൽ കയറി വന്നിട്ട് നമ്മുടെ ഇടയിൽ ഇരിക്കാൻ ശ്രമിക്കുക, അവരെ അട്ടഹസിക്കുക, അതൊക്കെ അവര് മനോനില തെറ്റിയത് കൊണ്ടാണെന്ന് പറയാം. പക്ഷെ മദ്യപിച്ചിട്ട് വരുന്നവർ ഒരുപാടുണ്ട്. എല്ലാ ദിവസവും മാന്യന്മാര് തൊട്ട് ഏറ്റവും മോശപ്പെട്ട ആളുകൾ വരെ ഉണ്ട്. അത് പലപ്പോഴും ഞാനിത് ഫോട്ടോ എടുത്ത് തന്നെ സഹിയിട്ട് ചിലരുടെ അനാശാസ പ്രവർത്തികൾ ഫോട്ടോ എടുത്ത് ട്രെയിനിലിട്ട് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വൈറലായിട്ടുണ്ട്. ഇതില് പ്രധാനമായിട്ട് സംഭവിച്ചതെന്ന് പറയുന്നത്, ഇതിപ്പോ മാഡം പറഞ്ഞത് വെച്ചിട്ട് ഒറ്റയ്ക്കാകുന്നു. ആ പെൺകുട്ടി ഒറ്റയ്ക്ക് വന്നതാണ്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ മാഡം? അപ്പൊ ഒറ്റപ്പെട്ട് പോയത് കൊണ്ടാകാം ഈ മദ്യപാനി അങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. പിന്നെ ട്രെയിൻ നിർത്തുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ വിജനമായ സ്റ്റേഷനുകളിൽ പോലും, അതായത് കയറാൻ കുറവുള്ള സ്റ്റേഷനിൽ പോലും ട്രെയിൻ നിർത്താറുണ്ട്. അത്തരം പ്ലാറ്റ്ഫോമിലൊക്കെ കിടന്ന് മദ്യപിച്ച് ലക്കുകെട്ട് കിടക്കുന്ന ആളുകൾക്ക് ചെറിയ ബോധം വരുമ്പോൾ അവർ വലിഞ്ഞു പിടിച്ച് ട്രെയിനിൽ കയറും. ഇവരൊരു ടിക്കറ്റ് എടുക്കാറേ ഇല്ല. ഇനി എടുത്താൽ തന്നെ മദ്യപിച്ച് അവർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്ന് സീറ്റിന്റെ അടിയിൽ കയറി കിടക്കാറുണ്ട്. വാതക്കലാണ് കൂടുതൽ ഇവർ കിടക്കുന്നത്. ഇവരെ ചവിട്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ കയറി ഇറങ്ങി ചെയ്യുന്നത്. അത് ഇന്നത്തെ ട്രെയിനിൽ കയറി, അത് പ്രധാനമായിട്ട് രാത്രിയിൽ ഓടുന്ന മലബാർ, മാവേലി, അമൃത, മംഗലാപുരം, ദിബ്രുഗഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല് കൊണ്ട് പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വണ്ടികളാണ്. കുളിക്കാത്ത കുറെ നമ്മുടെ ഇതര സംസ്ഥാന സഹോദരന്മാര് കയറി പോകുന്ന വണ്ടിയാണ്. സ്ത്രീകൾ, അതിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് വലിയ ശല്യമില്ല. സ്ത്രീകൾക്ക് ശല്യമായിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ മംഗലാപുരം വണ്ടികളിലും, പിന്നെ ഇതിപ്പോ കേരള എക്സ്പ്രസ് ഡൽഹിയിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ മലയാളിയാണ് ഇത് ചെയ്തത്. പക്ഷേ ഇതിന് എവിടെ വണ്ടി പിടിച്ചിട്ടാൽ, ഔട്ടറിൽ പിടിച്ചിട്ടാൽ പോലും അവിടെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് വണ്ടി വലിഞ്ഞു കയറണമെന്ന് തോന്നിയാൽ കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ നേരത്തെ ഒരു മാഡം പറഞ്ഞ പോലെ പോലീസുകാർക്ക് ഇത് പരിശോധിച്ച് വിടാനൊന്നും പറ്റത്തില്ല. കാരണം ആയിരക്കണക്കിന് ആളുകളാണ് വണ്ടി വിടാറാവുമ്പോൾ തന്നെ ഓടി പാഞ്ഞു വന്ന് കയറുന്നത്. അപ്പൊ ഈ ദുരന്തം ഇനി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിന് ചെയ്യാവുന്ന ഒരൊറ്റ പരിപാടിയുള്ളൂ. സ്റ്റേഷനിൽ ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്ന പോലൊന്നും കൊണ്ടുവന്ന് കയറ്റാൻ പറ്റത്തില്ല. ആള് കുറവുള്ള സ്റ്റേഷനുകളിലെ സ്റ്റോപ്പുകൾ പരമാവധി അവസാനിപ്പിച്ചിട്ട് വരുമാനം കൂടുതലുള്ള സ്റ്റേഷനുകളിൽ മാത്രം പോലീസുകാരെയൊക്കെ നിർത്തി ചെക്ക് ചെയ്ത് കയറ്റുക. പിന്നെ റെയിൽവേ അങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിരവധി പേരുണ്ടാകും. ചിലപ്പോൾ ആ സ്റ്റേഷൻ, അവിടെ ഒരു സ്റ്റേഷൻ ഉള്ളത് കൊണ്ട് മാത്രം അതിന് സഹായകമാകുന്ന ഒരുപാട് പേരുണ്ടാകും.
ഒരുപാട് പേരുടെ വരുമാന മാർഗങ്ങൾ മുട്ടും. മാത്രവുമല്ല എത്ര സമ്മർദ്ദം ചെലുത്തിയാണ് ഓരോ സ്റ്റോപ്പുകൾ കൂടുതലായി അനുവദിക്കുന്നതും വാങ്ങിയെടുക്കുന്നതും ഒക്കെ. അതൊരു പരിഹാരമാണോ? എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നത് പോലെ അക്രമികൾ ഉണ്ടാകും, അക്രമ സംഭവങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് സഹായമാകുന്ന സ്റ്റോപ്പുകൾ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അത് ഒഴിവാക്കുകയോ ചെയ്യുന്നതാണോ അതിനൊരു പരിഹാരം എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ചർച്ച ചെയ്യാം.